പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. ദൈവം മനുഷ്യഹൃദയങ്ങളിലെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നവനാണ് എന്നതാണ് കഴിഞ്ഞ വചനശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോഴാണ്. ഓരോ പ്രലോഭനങ്ങളും ഓരോ പരീക്ഷകളാണ്. ഈ പരീക്ഷയിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ റാങ്കിങ് നമുക്ക് വർദ്ധിക്കുന്നത്. വിശ്വാസത്തിന് ഓരോരുത്തർക്കും ഓരോ റാങ്കിങ് ഉണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസം പോലെയല്ല നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം. ഏറ്റവും സൂപ്പറായിട്ടുള്ള റാങ്കിങ്ങാണ് അബ്രാഹത്തിനുള്ളത്. അതുകൊണ്ടാണ് അബ്രാഹത്തെ നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾക്കും ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്, അതേപോലുള്ളതായ ആ വിശുദ്ധ ജീവിതം കഴിച്ചിരുന്ന വിശ്വാസികൾക്കുള്ള പോലെ വിശ്വാസമൊന്നും നമുക്കില്ല. അവരെല്ലാം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചവരാണ്, എല്ലാം ദൈവത്തിന് കൊടുത്തവരാണ്. അതുകൊണ്ടാണ് അവരുടെ റാങ്കിങ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ റാങ്കിങ് കൂടുന്നത് പരീക്ഷകളുണ്ടാകുമ്പോഴാണ്. മേൽപ്പറഞ്ഞ പൂർവ്വപിതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. അവരതെല്ലാം ദൈവനാമം വിളിച്ചപേക്ഷിച്ച് അതിനെല്ലാം അതിജീവിച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇപ്പോഴും ഓർക്കുന്നത്. കുർബാന മന്ദിരത്തിലൊക്കെ നമ്മൾ അവരെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം അതാണ്. ദൈവബലി അർപ്പിക്കുമ്പോഴെല്ലാം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ നമ്മൾ വിളിച്ചപേക്ഷിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത്? ദൈവം അവരുടെ പേര് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നവനാണ്. നമ്മൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞ് ദൈവം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ്. കാരണം വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ വ്യക്തികളാണ് അവരെല്ലാവരും. അവരുടെ റാങ്കിങ് അത്ര സൂപ്പറാണ്. നമ്മൾ അതേപോലെ ആയിത്തീരണമെങ്കിൽ എത്രയോ കാലം വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. മർക്കോസ് സുവിശേഷം 14:38, ലൂക്കാസ് സുവിശേഷം 22:14, മത്തായി സുവിശേഷം 26:41. ഈ വചനങ്ങളിലെല്ലാം ഒരു കാര്യമാണ് കർത്താവ് എടുത്തു പറയുന്നത്: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. ഒരു ഉത്തമ വിശ്വാസിയായി ജീവിക്കുന്നൊരു വ്യക്തിക്ക് നിരന്തരം പ്രാർത്ഥന ആവശ്യമാണ്. ഇടപെടാതെ പ്രാർത്ഥിച്ചോളണം, അല്ലെങ്കിൽ പരീക്ഷ നമ്മളെ വിഴുങ്ങിക്കളയും. പരീക്ഷയിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും പ്രാർത്ഥനയില്ലെങ്കിൽ. കാരണം ശിഷ്യന്മാർക്ക് കർത്താവ് ഈ ഉപദേശം കൊടുത്തതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വചനത്തിൽ നമുക്കറിയാം. ഈ പറഞ്ഞതായ വചനം അവർ ഉൾക്കൊള്ളാതെ അവർ ഗെത്സമേൻ തോട്ടത്തിൽ കിടന്നുറങ്ങിക്കളഞ്ഞു. തുടർന്ന് അവർക്ക് യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. എന്ത് സംഭവിച്ച്? പത്രോസ് അപ്പസ്തോലൻ പ്രധാന ആചാര്യൻ്റെ ഭൃത്യൻ്റെ ചെവി അറുത്ത് കളഞ്ഞു. ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും ഭടന്മാരും എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പ്രധാന ആചാര്യൻ്റെ ചെവി പത്രോസ്ലിയ മുറിച്ച് കളഞ്ഞു. പിന്നെ കർത്താവ് അത് സൗഖ്യപ്പെടുത്തി വീണ്ടും അത് വെച്ചു കൊടുത്തു. കർത്താവാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. അതുകൊണ്ട് അവിടെ വലിയ വിപ്ലവം കൂടാണ്ട് കാര്യം കഴിഞ്ഞു. ആദ്യത്തെ പ്രലോഭനം. രണ്ടാമത്തെ പ്രലോഭനം, കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരെല്ലാവരും ചെതറി ഓടിക്കളഞ്ഞു. ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ്ലിയ പോലും ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. അവിടെ ദൂരെ മാറി കർത്താവിനെ അനുധാവനം ചെയ്യുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കത് വചനം വായിച്ചു നോക്കി അറിയാൻ സാധിക്കും. അതിനെ തുടർന്ന് ക്രിസ്തുവിനെതിരായിട്ടുള്ള വ്യക്തികളുടെ കൂടെ കൂടിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. അത് വളരെ വിരോധാഭാസമായൊരു സംഭവം കൂടിയാണ്. ക്രിസ്തുവിനെ ദ്രോഹിക്കുകയും ക്രിസ്തുവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നവരുടെ കൂടെ കൂടിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞത്. അപ്പോഴെന്താണ് സംഭവിച്ചത്? അവിടെയും ദൈവം പരീക്ഷ കൊടുത്ത് പത്രോസിന്. എന്താ കൊടുത്തത്? പ്രധാന ആചാര്യൻ്റെ ഒരു ഭൃത്യ വന്നിട്ട്, പരിചാരിക വന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നീയും ആ മനുഷ്യൻ്റെ കൂടെയുള്ളവനല്ലേ? അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഞാൻ ആ മനുഷ്യനെ അറിയുക പോലും ചെയ്യില്ലെന്ന്.
ഇതൊരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ഈ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് കോഴി കൂകി കർത്താവായ യേശു പറഞ്ഞ കാര്യം പത്രോസിനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. പത്രോസ് 3 പ്രാവശ്യം കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി. കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ പ്രഭാതത്തിൽ കോഴി കൂവണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിരിക്കുമെന്ന്. ഇത് കേട്ടിട്ട് പോലും ഇത് സാധുവായ പത്രോസിനത് മനസ്സിലാകാതെ പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ബോധ്യം ഉണ്ടായില്ല. നമുക്കും ഇതുപോലെയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്തെല്ലാം വിധത്തിലുള്ള ഉപദേശങ്ങളാണ് വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് തന്നിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം മക്കളെ. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശു ആരാധന. ഇത് യേശുവിലുള്ള വിശ്വാസക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് ശിഷ്യന്മാർക്കുണ്ടായ ലക്ഷണങ്ങളാണ്. നമുക്കും ഈ പറഞ്ഞതായ ലക്ഷണങ്ങളുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശു നാമം ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് അതിനെ അതിജീവിക്കാൻ നോക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വീണു പോകും, പരീക്ഷയിൽ വീണു പോകും നമ്മൾ. കാരണം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, മത്തായി സുവിശേഷം 18:7, പ്രലോഭനം നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനം ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. പ്രലോഭനങ്ങളുണ്ടാവും നമുക്ക്. വിശ്വാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ പ്രലോഭനങ്ങളുണ്ടാവും. അതിനതിജീവിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലാതിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രാർത്ഥന എല്ലാവരും ചുണ്ടുകൊണ്ട് അതര വ്യായാമം ചെയ്ത് പ്രാർത്ഥിച്ചു നടക്കുന്നുണ്ട്, പലരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇത് ഉള്ളിൽ തട്ടിയിട്ടാണോ ഈ പ്രാർത്ഥന? നമ്മുടെ ആത്മാവ് ഉണരുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ? നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനക്കാരെന്നാണ് നമ്മുടെ പേര് പോലും. പക്ഷേ നമ്മുടെ ആത്മാവ് ഉണർന്നാണോ ഈ പ്രാർത്ഥന നടക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതാണ് ഈശോ പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് ഉണരണം പ്രാർത്ഥനയിൽ. ആത്മാവാണ് ദൈവത്തോട് ബന്ധമുള്ളത്. ആത്മാവ് അറിഞ്ഞു വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥന എത്താൻ. നമ്മുടെ പ്രാർത്ഥനയെല്ലാം മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്, മനസ്സിന് കാര്യം കാണാനുള്ള പ്രാർത്ഥനകളാണ്, മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇതല്ല നമുക്ക് ആവശ്യം. ആത്മാവ് ഉണരുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മളത്, അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മണവാളനായി പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി കഴിഞ്ഞു. ആ കാലയളവിൽ വളരെയേറെ പീഡനങ്ങളുണ്ടാവും. യേശു അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മർക്കോസ് സുവിശേഷം 13-ാം 19-ഉം 20-ഉം വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിലുണ്ടാകും. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ആ ദിവസങ്ങൾ ചുരുക്കി. നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്, വിശ്വാസികളായിട്ടുള്ളവർ. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ആ പീഡനകാലങ്ങൾ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മൾ രക്ഷപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മളൊരിക്കലും അവിടുത്തെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ പീഡനകാലങ്ങൾ, അതായത് പ്രലോഭനത്തിൻ്റെ തീവ്രത കൂടിയ കാലങ്ങളിൽ നിന്ന് തീവ്രത കുറഞ്ഞ കാലത്തിലേക്ക് അതിനെ ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ ഇല്ലാത്തതായ കഠിന പീഡനങ്ങൾ ഇനിയുള്ള കാലങ്ങളിലുണ്ടാവും. അപ്പോൾ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണർന്ന് അതിരത്തിലൂടെ എപ്പോഴും പ്രാർത്ഥന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. യേശുവേ രക്ഷിക്കണമെന്ന് എപ്പോഴും ഓർക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ തിന്മയിൽ വീഴാതിരിക്കാൻ കർത്താവേ എന്നെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു നടക്കുക. പ്രലോഭനങ്ങളുണ്ടാവും നമുക്ക്, പക്ഷേ പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ നമുക്കെന്ത് വേണം? വിശ്വാസിയുടേതായ തീഷ്ണത ആവശ്യമാണ്. എന്തിലുള്ള തീഷ്ണത? വചനത്തിലുള്ള തീഷ്ണത, ദൈവവചനത്തിലുള്ള തീഷ്ണത. ഈ ദൈവവചനത്തിലുള്ള തീഷ്ണത ഉണ്ടെങ്കിൽ മാത്രമേ
പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ പറയുമ്പോൾ 10 കന്യകമാരുടെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിൽ 5 പേര് വിവേകമതികളും 5 പേര് വിവേകരഹിതരുമായിരുന്നെന്നാണ് കർത്താവ് പറയുന്നത്. ഈ 5 വിവേകമതികളായ കന്യകമാരെന്താ ചെയ്തത്? അവർ എണ്ണ കരുതിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താണ് എണ്ണ? പരിശുദ്ധ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കണം എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത്? ക്രിസ്തുവാകുന്ന വെളിച്ചമാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ആളിക്കത്തിക്കേണ്ടത്. നമ്മളിൽ എന്താണുള്ളത്? കടമായി കിട്ടിയത് ആയ ആത്മാവാണ് നമ്മളിലുള്ളത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് കടമായി കിട്ടിയ ആത്മാവെന്ന്. ഈ കടമായി കിട്ടിയത് ആരോടാണ്? ദൈവത്തോടാണ് നമുക്ക് കടമായി കിട്ടിയിരിക്കുന്നത്. ഈ കടം വീടണമെന്ന് എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്ന യജമാനന് ഈ കടമായി തന്ന ആത്മാവിനെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം. അതെങ്ങനെയാണ് ഏൽപ്പിക്കേണ്ടത്? അവൻ മണവാളനായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവന് നമ്മളത് തിരിച്ചേൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ മണവാളൻ തന്നിരിക്കുന്നതായ സത്യമായ വചനം ഈ ആത്മാവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ആത്മാവ് സത്യാത്മാവായിട്ട് മാറും. വചനം സത്യമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു. അവിടുത്തെ വചനമല്ലോ സത്യം. ദൈവത്തിൻ്റെ വചനം എന്നുള്ള സത്യമാണ്. ഈ സത്യം നമ്മുടെ ജീവാത്മാവിനോട് ചേർത്ത് കഴിയുമ്പോൾ ആ ആത്മാവ് സത്യാത്മാവായിട്ട് മാറും. ഈ സത്യാത്മാവാണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നത്. ഈ സത്യാത്മാവ് നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നതും കുറ്റബോധമുള്ളവരായി നിരാശരായി പിശാചിൻ്റെ പിടിയിൽപ്പെട്ടു പോകുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സ്വീകരിക്കുന്നതായ വചനം നമ്മളിൽ ദൈവം തന്നിട്ടുള്ളതായ ആത്മാവിനെ കത്തിക്കാൻ പറ്റിയതാണ്. പരിശുദ്ധ വചനത്തിന് അതിനുള്ള കഴിവുണ്ട്. കാരണം പരിശുദ്ധ വചനത്തിന് എന്തൊക്കെയുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, നിത്യജീവനുമുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലുള്ള ആത്മാവിൽ കയറി പിടിച്ചത് ഇരട്ടി ശക്തിയിൽ കത്തിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുളായിൽ പോയാൽ എന്ത് സംഭവിക്കും? ശരീരം മുഴുവനും ഇരുണ്ടു പോകും. നമ്മളിൽ വെളിച്ചം തന്നിരിക്കുന്നത് ജീവാത്മാവിനെ തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തെ നമ്മൾ ആളിക്കത്തിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് കത്തിജ്വലിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളുടെ എല്ലാം ഹൃദയത്തിലുള്ള ആത്മാവിനെ, ജീവാത്മാവിനെ ആളിക്കത്തിക്കാനാണ് കർത്താവായ യേശുവാകുന്ന വചനം ഈ ലോകത്തിലേക്ക് വന്നത്. ഈ വചനമാണ് നമ്മുടെ ആത്മാവിനെ കത്തിക്കുന്നത്. അങ്ങനെ കത്തിച്ചാൽ മാത്രമേ നമ്മളിലുള്ള ആത്മാവ് കത്തിജ്വലിക്കുകയുള്ളൂ. കത്തിജ്വലിക്കുമ്പോഴാണ് നമ്മൾ എണ്ണ ശേഖരിച്ചവരായിട്ട് മാറുന്നതും മണവാളനായ യേശുവിനോടൊപ്പം കയറിപ്പോകാനുള്ള വെളിച്ചം നമ്മുടെ കയ്യിലുണ്ടാവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആലോചിച്ച് തീരുമാനിക്കുക വിശ്വാസികളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. വിശ്വാസികളെന്ന് അഭിമാനിച്ച് നടന്നിട്ട് കാര്യമില്ല. ഈ പറഞ്ഞത് ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും പരിശോധിച്ച് നോക്കുക. കിടന്നുറങ്ങാൻ സമയത്തും ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്തും നമ്മൾ തീരുമാനിച്ചുറച്ച് വേണം ഇതിനെക്കുറിച്ച് മുന്നോട്ട് പോകാൻ. വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ എണ്ണ കരുതുന്നവരാണോ? അങ്ങനെയുള്ള വിശ്വാസികളെ മണവാളൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തവർ വന്ന് വാതിൽ മുട്ടുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ ഞാൻ അറിയുകയില്ല. അത് പറയാൻ ഇടവരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഇനി നമുക്ക് ദൈവമക്കളാകുന്നത് എങ്ങനെയെന്ന് വചനം അനുസരിച്ച് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ യേശു കഴിവ് നൽകി. ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളാകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ദൈവമക്കളാകാൻ സാധിക്കില്ല. കാരണം റോമാലേഖനം 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണത്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തെറ്റ് വരുന്നത്. ദൈവാത്മാവിനാൽ ഞാനും നിങ്ങളും നയിക്കപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ദൈവമക്കളാകും. എങ്ങനെയാണത് ആകുന്നത്? ദൈവവചനത്തെ സ്വീകരിക്കുക വഴി വചനത്തിലുള്ള പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വചനത്തിലുള്ള നിത്യജീവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിട്ട് മാറും. ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിട്ട് തീർന്നാലേ ഉള്ളൂ നമ്മൾ ഉത്തമ വിശ്വാസിയാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. ദൈവം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ വചനത്തെയാണ്. വചനം ദൈവമാണ് എന്ന് യോഹന്നാന്റെ വിശേഷം 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുക ചെയ്യണം. അപ്പോൾ നമ്മൾ പുനർസൃഷ്ടിക്കപ്പെടുകയാണ്, പുനർജനിക്കുക ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് രൂപാന്തരപ്പെടുന്നു. അത് 13 പറയുന്നുണ്ട്. യോഹന്നാന്റെ വിശേഷം 1:13 പറയുന്നുണ്ട്, അവൻ പുരുഷൻ്റെ അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പിറന്നവനല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എത്രയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നത്. അതായത് വചനത്തിൽ നിന്ന് ജനിക്കുന്നതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നത്. നമ്മൾ അത്തരത്തിൽ വചനത്തിൽ ജീവിച്ച് മറ്റൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെട്ടാൽ നമ്മളും ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കും. തുടർന്ന് നമുക്ക് ഈ ദൈവത്തിൽ നിന്ന് ജനിച്ച മകനെ ദൈവത്തിലുള്ള സംരക്ഷണം എങ്ങനെയാണെന്ന് 1 യോഹന്നാൻ്റെ ലേഖനം 1:5 പറയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തത്? തുടർന്ന് പറയുവാണ്, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. അപ്പോൾ വചനത്തിൽ ജനിച്ച ഒരു വ്യക്തി പാപം ചെയ്യാൻ യേശു അനുവദിക്കില്ല. അവനെ പൊതിഞ്ഞ് പിടിച്ചുകൊള്ളും. അവിടുത്തെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊള്ളും. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എപ്പോഴും അവനുണ്ടാവും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിച്ചിറകിന് കീഴിൽ അവൻ നിലനിൽക്കുകയും ചെയ്യും. അവന് പ്രത്യേക സംരക്ഷണം അവിടെ നിന്ന് നൽകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യില്ല, ദൈവപുത്രനെ അവനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്, എഫേസ്യർ 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം വഴി നമുക്ക് കൃപ ലഭിക്കും. അതായത് വചനത്തിലുള്ള വിശ്വാസം വഴി നമുക്ക് കൃപ ലഭിക്കും. വചനത്തിൽ വിശ്വസിച്ചാലുള്ള പ്രത്യേകത എന്താണ്? നമ്മളിൽ പരിശുദ്ധാത്മാവും വരും, നിത്യജീവനും വഴി. അപ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ച മനുഷ്യന് കൃപ ലഭിക്കാനുള്ള യോഗ്യത ദൈവം കൊടുക്കും. യേശു ക്രിസ്തു എന്ന് പറയുന്നത് 2 ഭാഗം കൂടിയതാണ്. ഒന്ന് കൃപയും സത്യവും. യോഹന്നാന്റെ വിശേഷം 1:17 പറയുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ട് കൃപയും സത്യവുമാകട്ടെ യോഹന്നാൻ വഴി നൽകപ്പെട്ടെന്ന്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞതാണ്. അപ്പോൾ സത്യമാവുന്ന വചനത്തെ നമ്മൾ സ്വീകരിക്കുക വഴി അതിൻ്റെ കൂടെയുള്ള കൃപയും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം നമുക്കൊരു സമ്മാനമായിട്ട് ദൈവം തരുന്ന കൃപ. എന്താണ് ഈ കൃപ? നമുക്ക് പലർക്കും കൃപ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കൃപയിൽ 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കാണിച്ചതും കൂടിയാണ്. ഒന്നാമത്തത് ക്ഷമിക്കുന്ന സ്നേഹം. കൃപയുടെ ഒന്നാമത്തെ കാര്യമാണ്. ക്ഷമിക്കുന്ന സ്നേഹം ഉണ്ടാകും കൃപയുള്ള മനുഷ്യന്. 2, സഹിക്കുന്ന സ്നേഹം, സഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന അവസ്ഥ, സഹിഷ്ണുത കാണിക്കാനുള്ള കഴിവ്. പിന്നെ ദൈവസ്നേഹം. അടുത്തത് സഹാനുഭൂതി. ഈ 5 കാര്യങ്ങൾ ചേർന്നതാണ് കൃപയെന്ന് പറയുന്നത്. നമ്മൾ പരിശോധിച്ച് നോക്കണേ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളിലുണ്ടോ? യേശുവിനുണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ. അതുകൊണ്ടാണ് യേശുവിനെ കൃപയെന്ന് വിളിക്കുന്നത്. കൃപയും സത്യവും യേശു ക്രിസ്തു വഴി. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളിലില്ലെങ്കിൽ നമ്മൾ കൃപയുള്ള വ്യക്തിയല്ല. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ കൃപ ചോർന്നു പോയെന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളിൽ കൃപ ചോർന്നിട്ടുണ്ടോ? ക്ഷമിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ കൃപ ചോർന്നു പോയി. സഹിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ കൃപ ചോർന്നു പോയി. സഹിഷ്ണുത കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൃപ ചോർന്നു പോയി. സഹാനുഭൂതി കാണിക്കാൻ മടിച്ചു നിന്നിട്ടുണ്ടോ? കൃപ വിട്ടുപോയി. ദൈവസ്നേഹം കാണിക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൃപ ചോർന്നു. ഏതവസ്ഥയിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാണ് കൃപയിലുള്ളവൻ.
അല്ലാത്തവൻ കൃപയ്ക്ക് കീഴിലല്ല. അതുകൊണ്ടാണ് പൗലോസ്യ പറയുന്നുണ്ട്, കൃപയ്ക്ക് കീഴിലുള്ളവൻ നിയമത്തിന് വിധേയനല്ലെന്ന്. കൃപ പ്രാപിച്ച ഒരു വ്യക്തി ഒരിക്കലും നിയമത്തിന് വിധേയപ്പെടില്ല. കാരണം എന്താണ്? നിയമത്തിന് അതീതനാണവൻ, അതിനപ്പുറമാണവൻ. നിയമം ഒരിക്കലും അവനെ സ്പർശിക്കില്ല. കാരണം നിയമത്തിനെതിരായിട്ട് അവനൊരിക്കലും പ്രവർത്തിക്കില്ല. അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകില്ല. കാരണം അവന് സഹിക്കാനോ അറിയാം, ക്ഷമിക്കാനോ അറിയാം, സ്നേഹിക്കാനോ അറിയാം, സഹിഷ്ണുത കാണിക്കാനോ അറിയാം, സഹാനുഭൂതി കാണിക്കാനോ അറിയാം. ഇതിൻ്റെ എതിരായിട്ടുള്ള പ്രവൃത്തിയാണ് നിയമലംഘനം എന്ന് പറയുന്നത്. ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിയമം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഇത് ചോർന്നു പോകുന്ന അവസ്ഥയുള്ളവരായതുകൊണ്ട് നമ്മളെല്ലാവരും നിയമത്തിന് വിധേയരായിട്ട് ജീവിക്കേണ്ടി വരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളതായ എന്തെങ്കിലും ഈ പറഞ്ഞ 5 അവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ച പുതിയ സൃഷ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ഉതകുന്നതായ ഈ വിശ്വാസത്തിൻ്റെ ഈ കേട്ട ക്ലാസ്സുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ 3ഓളം ക്ലാസ്സുകളായി ഇപ്പോൾ കേൾക്കുന്നു. ഇപ്പോൾ 3ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ ക്ലാസ്സുകളിൽ നമ്മളെ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ നമ്മൾ ദൈവത്തിന് കാഴ്ചവെക്കുക. കർത്താവേ, ഈ വചനങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരുത്താൻ, വിശ്വാസ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് ചേരാത്ത പല പ്രവൃത്തികളും എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. കൃപയ്ക്ക് യോജിക്കാത്ത പല പ്രവൃത്തികളും എന്നിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നിൽ നിന്ന് കൃപ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഉത്തമ വിശ്വാസിയായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും തോറും പ്രലോഭനങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ എനിക്ക് സാധിക്കാതെ വരുന്ന കർത്താവേ, പ്രലോഭനങ്ങൾ അതിജീവിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തമ വിശ്വാസിയായി ജീവിക്കാനും തുടർന്നുള്ള കാലം ദൈവഭക്തനായി ജീവിക്കാനും എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ അറിവില്ലായ്മകളും തെറ്റുകളും കുറ്റങ്ങളും എൻ്റെ ഭാരമായി തീർന്നിരിക്കുന്നു. ഈ ഭാരം ഞാൻ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അവിടെ നിന്ന് എന്നെ താങ്ങണമേ, അവിടെ നിന്ന് എന്നെ ആശ്വസിപ്പിക്കണമേ, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും കാഴ്ചകളും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.